Hello everyone, welcome to High Top Education. I am Nandana. I am dealing with +2 NIOS Mathematics. നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 4-ലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് കാർട്ടീഷ്യൻ സിസ്റ്റം ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സും അതേപോലെ സ്ട്രേറ്റ് ലൈൻസും. ഇനി അതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. എന്നാലും ഒരു ഡെഫിനിഷൻ ഞാൻ വായിക്കാം. A circle is the locus of a point which moves in a plane in such a way that its distance from a fixed point in the same plane remains constant. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ കുറെ പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് പോയിന്റ് ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. ഈ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ വെറും രണ്ട് ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. അതായത് നമുക്കറിയാം ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ സി ആണ്. ആ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എച്ച് കെ ആണെന്ന് വിചാരിക്കാം. ഈ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ. ഈ സിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ റേഡിയസ്, അതിനെ നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആരാണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഇവിടുത്തെ എച്ച് കെ എന്ന് പറയുന്നത് സെന്റർ ആണ്, എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞുള്ളത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ whose center is 3 minus 4 and radius is 6. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സെന്റർ തന്നിട്ടുണ്ട്. എച്ച് കെ. സെന്റർ എന്ന് പറയുന്നത് ആരാണ്? എച്ച് കെ ആണ്. അതായത് 3 minus 4 ആണ്. ഇനി റേഡിയസ് എന്ന് പറയുന്നത് ആരാണ്? എ ആണ്. എ എന്ന് പറയുന്നത് 6 ആണ്. അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കണം? എ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ എക്സ് മൈനസ് എച്ച് എത്രയാണ് ഇവിടെ? എച്ച് 3 ആണ്. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ. അപ്പൊ -4 ആയ കാരണം പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ് ഇവിടെ? 6 സ്ക്വയർ. ഇനി ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ഫോമിലാണ്? എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. വൈ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8y പ്ലസ് 16 ഈക്വൽ ടു 36 എന്ന് കിട്ടും. ഇനി ഇതിൽ എന്ത് ചെയ്യാം? എക്സ് വൈ ഒക്കെ നമുക്ക് അടുത്തടുത്ത് കൊണ്ടുവരാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 8y പ്ലസ് 9 പ്ലസ് 16. ഈ 36ന്റെ പുറത്തേക്ക് കൊണ്ട് എന്താവും? -36 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 8y മൈനസ് 9 പ്ലസ് 16 25 ആണ്. 25 മൈനസ് 36 മൈനസ് 11 ആണ്. അപ്പൊ എന്ത് കിട്ടും? -11 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് സെന്റർ എച്ച് കെയും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ആ സെന്ററും റേഡിയസും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാണ് ചെയ്തത്. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്ന് നമ്മൾ റേഡിയസും സർക്കിളും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റ് ആണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ് നമ്മുടെ ഫോർമാറ്റ്. അതായത് എക്സ് പ്ലസ് 1 ആണ് നമ്മളെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെന്താക്കി എഴുതാം? എക്സ് മൈനസ് -1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. തെറ്റില്ലല്ലോ. ഇനി വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ, അതിന് നമ്മൾ എന്താണ്? വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ തന്നെയാണ്. 4 ആണ് നമുക്ക് എ സ്ക്വയറിന്റെ സ്ഥാനത്ത് തന്നത്. അതായത് 2 സ്ക്വയർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എച്ച് കെ എന്ന് പറയുന്നത് എന്താണ്? എച്ച് കെ എന്ന് പറയുന്നത് ഇവിടെ -1ഉം 1ഉം ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ആരാണ്? എ. അത് എത്രയാണ്? 2 ആണ്. അതായത് സെന്റർ എച്ച് കെ -1ഉം 1ഉം ആണ്. റേഡിയസ് എ എത്രയാണ്? 2 ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മള് സെൻട്രൽ റേഡിയസും തന്നിട്ട് ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ നമുക്ക് സെൻട്രൽ റേഡിയസും എഴുതാനും പഠിച്ചു. ലാസ്റ്റ് ടോപ്പിക്, അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഇൻ സെക്കൻഡ് ഡിഗ്രി ഇൻ 2 വേരിയബിൾസ്. അതായത് സെക്കൻഡ് ഡിഗ്രി ആയിട്ട് ഒരു ഇക്വേഷൻ തരാണെങ്കിൽ അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ്. ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഒരു വൈ സ്ക്വയർ ഉണ്ട്, ഒരു എക്സിന്റെയും വൈന്റെയും കോൺസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റും ഉണ്ട്. ഇത്രയാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് എങ്ങനെ സെന്ററും റേഡിയസും കാണാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഈ ജി ഉണ്ടല്ലോ, ഈ ജിന്റെ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ കെ എച്ച് എന്ന് പറയുന്നത്, എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടുത്തെ എഫിന്റെ നെഗറ്റീവ് ആയിരിക്കും ആരെന്ന് പറയുന്നത്? കെന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി റേഡിയസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അതാണ് സെന്റർ. സെന്റർ എന്ന് പറയുന്നത് ആരാണ്? എച്ച് കെ ആണ്. ആ എച്ച് കെ എന്ന് പറയുന്നത് -g മൈനസ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി?
നമുക്ക് എന്ത് കിട്ടി? സെന്റർ കിട്ടി. എച്ച് കാണണമെങ്കിൽ ജിയുടെ നെഗറ്റീവ് എടുക്കുക, കെ കാണണമെങ്കിൽ എഫിന്റെ നെഗറ്റീവ് എടുക്കുക. അത് രണ്ടും ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി? സെന്റർ കിട്ടി. ഇനി റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണ് √(g²) + f² - c എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 45x² + 45y² - 16x + 36y + 19 = 0. അപ്പൊ നമുക്ക് എന്താക്കണം? ഈ ഇക്വേഷൻ നമ്മൾ ഏത് ഫോർമാറ്റിലാക്കണം? x² + y² + 2gx + 2fy + c = 0 ഫോർമാറ്റിലാക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ നിന്ന് സെന്റർ റേഡിയസും കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ x² സ്ഥാനത്ത് കോഎഫിഷ്യന്റ് ഒന്നും പാടില്ല. പക്ഷെ ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ? ആ കോഎഫിഷ്യന്റ് രണ്ടും 45 ആയി. കാരണം നമുക്ക് ഈ വോൾ ഇക്വേഷനെ 45 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x² y² കോഎഫിഷ്യൻസിനെ കളയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിനെ ചെയ്ത് കഴിഞ്ഞാൽ x² മാത്രം നിൽക്കും. അടുത്ത ടേമിനെ ചെയ്താൽ y² മാത്രം നിൽക്കും. അടുത്ത ചെയ്താൽ എന്താ? 60/45 x + 36/45 y + 90/45 = 0 എന്ന് കിട്ടും. ഇനി ചെയ്യുമ്പോൾ x² + y² - 60/45 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 12ഉം ഇവിടെ എന്തും കിട്ടും? 9 × 5 ആണ്. 9 3 ഇവിടെ എന്തായി? 4. അപ്പൊ 4/3 കിട്ടി. ഇവിടെ ചെയ്യുമ്പോഴോ 9 × 4 36, 9 × 5 ആണ് 45 വരെ. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി ഇത് നോക്കിക്കേ, 4/3 ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ മൈനസ് ആണോ വേണ്ടത്? അല്ല, പ്ലസ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ അവിടെ പ്ലസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് കഴിഞ്ഞാൽ ഒരു 2 അവിടെ ഉണ്ടായിരിക്കണം. 2 ഇട്ട് കൊടുത്ത് അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും? ഈ -4/3 -2നെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ ആരാ ഉണ്ടായിരിക്കുക? 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടായിരിക്കുക? അവിടെ ആരുണ്ടായിരിക്കും? -2/3 ബാക്കി ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ എക്സ് ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടുന്ന് ഞാൻ 2 പുറത്തേക്ക് എടുത്തു. ബാക്കി 4/5 ആരാണ്ടായിരിക്കുക? 2/5 ബാക്കി ഉണ്ടായിരിക്കും. പ്ലസ് 19/45 = 0. ഓക്കെ. അപ്പൊ ഇവിടെ ജിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -2/3 ആണുള്ളത്. എഫിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 2/5 ആണുള്ളത്. സിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 19/45 ആണുള്ളത്. അപ്പൊ നമുക്ക് എച്ച് കിട്ടണമെങ്കിൽ -ജിയും കെ കിട്ടണമെങ്കിൽ -f ആണ് വേണ്ടത്. അതായത് എച്ച് എന്ന് പറയുന്നത് ആരായിരിക്കും? -2/3 -2/3 എന്ന് പറഞ്ഞാൽ ആരാണ്? 2/3 ആണ്. കെ എന്ന് പറഞ്ഞാൽ ആരാണ്? -f ആണ്. അതായത് 2/5 ആണ്. ഓക്കെ. ഇനി അപ്പൊ എച്ചും കിട്ടി, നമുക്ക് കെയും കിട്ടി. എച്ചും കിട്ടി, കെയും കിട്ടി. കെ എന്ന് പറയുന്നത് -2/5 ആണ് വരിക. അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് സെന്റർ എന്ന് പറയുന്നത് ആരാണ്? -g - f ആണ് അല്ലെ? അപ്പൊ -g - f എന്ന് പറയുമ്പോൾ -g ആരാണ്? 2/3 -f ആരാണ്? -2/5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സെന്റർ കിട്ടി. ഇനി ആരാ വേണ്ടേ? റേഡിയസ് വേണം. റേഡിയസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എങ്ങനെ കാണാം? √(g² + f² - c ആണ്. ഇവിടെ ജി എത്രയാ? -2/3 ആണ് അല്ലെ? അപ്പൊ -2/3 2² + 2/5² - c എന്ന് പറയുന്നത് എത്രയാണ്? 19/45 ആണ്. നമുക്കിത് ചെയ്യുമ്പോൾ എന്തിട്ട്? √(-2/3 എന്ന് പറയുമ്പോൾ 4/9 + 4/25 - 19/45 കിട്ടും. ഇനി നോക്കുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു 4/9 ഉണ്ട്, 19/45 ഉണ്ട്. ഈ 9 നമുക്ക് 45 ആക്കി മാറ്റാൻ പറ്റും. എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ താഴെ മുകളിലും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20/45 - 19/45 + 4/25. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20/45 - 19/45 1/45 + 4/25 ആണ്. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? √(25 + 180/225. ഓക്കെ. 180 45 × 25 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 225 ആണോ നോക്കാം. 45 × 25 55 4 5 20 22 5 2 10 5 2 5 × 2 10 0 1 ആണ്. 4 × 2 8 9. അപ്പൊ എത്ര കിട്ടും? 5
ടു 1125. എത്ര കിട്ടുക നമുക്ക്? എത്ര കിട്ടുക? 1125 ആണ് കിട്ടുക. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് 2 ഇത് ചെയ്യുമ്പോൾ 25ഉം 180 ചെയ്യുമ്പോൾ എത്ര? 205/1125. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 41ഉം ഇവിടെ 225ഉം കിട്ടും. അതായത് റൂട്ട് 41 റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. റൂട്ട് 41/15 യൂണിറ്റ്സ് എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സെന്ററും റേഡിയസും ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെ ഏത് ഫോർമാറ്റിലാക്കണം? x² + y² + 2gx + 2fy + c = 0 എന്നുള്ള ഫോർമാറ്റിലാക്കണം. എന്നിട്ട് അതിന് ജിയും എഫും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ മൈനസ് ജിയും മൈനസ് എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എച്ചും കെയും കിട്ടും. അതായത് സെന്റർ കിട്ടും. ഇനി റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? √g² + f² - c ചെയ്താൽ മതി. അത് ചെയ്താൽ നമുക്ക് റേഡിയസും കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ് എച്ച് കെ എന്ന് പറയുന്നത്, റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ x - h² + y - k² = a² എന്ന് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രിയാണ് ഇക്വേഷൻ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ നിന്ന് ജിയുടെ എഫിന്റെ നെഗറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ അതാണ് എച്ചും കെ എന്ന് പറയുന്നത്. √g² + f² - c ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും? റേഡിയസും കിട്ടും. അപ്പൊ ഇത്രയുള്ള ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക, എക്സാമ്പിൾസ് ഒക്കെ കുറെ ചെയ്ത് നോക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.